ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാന്താരി ചിക്കൻ ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചിക്കൻ്റെ വേറൊരു ഐറ്റമാണ് ഇന്നുണ്ടാക്കാൻ പോണത്. നിങ്ങൾ ആരും ട്രൈ ചെയ്ത് കാണൂല. ഇന്ന് എൻ്റെ പപ്പ വേറൊരു ലെവലിൽ സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനുള്ള ചേരുവകളൊക്കെ നമ്മൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു ചേട്ടനാണെങ്കിൽ ഈസ്റ്റർ ആശംസകൾ പറഞ്ഞിട്ട് പോയി. എന്തായാലും നമുക്കിത് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പറിച്ചിട്ട് വേണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ എരിവൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കും കാന്താരി ഇട്ടാൽ വലിയ എരിവായിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇതിൽ വലിയ ചേരുവകള ഇതൊന്നുമില്ല, എന്നാലും കൊള്ളാം. നിങ്ങൾ കഴിച്ചു നോക്ക്, അടിപൊളിയായിരിക്കും. ടിപ്പൊളി. അങ്ങനെ പറിച്ച് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പ വരും, നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളതിലുള്ള മിക്ക കാന്താരിയും പറിച്ച് തീർന്നിട്ടുണ്ട്. ഇതാണ്ടോ, മൊത്തം ചുവപ്പൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചയായാലും ഇടാം, ചുവപ്പായാലും ഇടാം. ഓക്കെ, നമ്മളങ്ങനെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചേരുവകളെല്ലാം എടുത്തിടണം. കണ്ടോ, ജിഞ്ചർ, സ്പ്രിംഗ് ഓണിയൻ, കാന്താരി മുളക്. ഇത്ര ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. എൻ്റെ കൂടെ ഇഞ്ചി ഒന്ന് അരിഞ്ഞൂടിയിടണം. ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞിടണം. ഇതാണ് ഇതിൻ്റെ മസാല. ഇത് അരച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ അടിച്ചു തുടങ്ങി. അപ്പം നല്ല അരഞ്ഞ് വന്ന് കാണും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മിക്സ്. ഇതിട്ടാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോക്കനട്ട് എടുക്കണം. എന്നിട്ട് ആ കോക്കനട്ടിലുള്ള പിഴിഞ്ഞെടുക്കുന്ന പാലും നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. കൈസുണ്ടോ, അങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളതിൽ കുറച്ച് ചിക്കനാണുള്ളത്, അതുകൊണ്ട് നമ്മൾ അതിനാവശ്യമായുള്ള തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ച് അതിലുള്ള പാലെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കണം. അങ്ങനെ നമ്മൾ അരച്ച തേങ്ങാപ്പാൽ ഈ ജാറിലോട്ടൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ച് തീർന്നു. പാല് പിഴിയാൻ പോവുകയാണ് നമ്മൾ. അതിനായിട്ട് കുറച്ച് വെള്ളം പിടിച്ച് നന്നായിട്ടിങ്ങനെ കൈ കൊണ്ട് ഞവിടി മിക്സ് ചെയ്ത് എന്നിട്ടിത് ഒരരിപ്പ് വെച്ച് ഗ്ലാസ്സിലോട്ട് പിഴിഞ്ഞ് അതിലുള്ള പാലൊക്കെ ആ ഗ്ലാസ്സിലോട്ട് വീഴും. എന്നിട്ട് കൈ വെച്ച് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ആക്കുമ്പം എല്ലാ പാലും വരും. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റൗ ഓണാക്കി പാൻ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അങ്ങനെ എണ്ണ ചൂടായി. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് ഇട്ടു. ഇനി ഈ കടുവൊക്കെ ഒന്ന് പൊട്ടി വരണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തിട്ട് കൊടുക്കണം. അതാണ് ആ ഒരു ആഹാരത്തിൻ്റെ സ്മെല്ലും ഇതൊക്കെ കിട്ടാൻ, മണം കിട്ടാൻ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ അരച്ച് വെച്ച മസാലയൊക്കെ ഇട്ട് നന്നായിട്ട്
മിക്സാക്കി എടുക്കണം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കണം. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അധികം വളരെ മസാലയോ എരിവോ ഇതിൻ്റെ അങ്ങനെയൊന്നുമില്ല കണ്ടോ. ഇനി നമ്മൾ ചിക്കൻ എടുത്ത് ലോട്ടിടാം. നല്ല കിണ്ടി കൊടുക്കുക. കിണ്ടി ഇതുപോലെ ഇങ്ങനെ ഇട്ട് നല്ല വേഗത്തിൽ കിണ്ടി അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഇറച്ചിയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് കിണ്ടി കൊടുക്കണം. ഇതുപോലെ നല്ല തിളച്ച് വരണം കണ്ടോ. ഇതുപോലെ നല്ല പതഞ്ഞ് നല്ല വരണം. ഓക്കെ. ഇതുപോലെ നല്ല കുഴമ്പ് പരുവത്തിനാക്കി എടുക്കുക ഉണ്ടോ. ഇതുപോലെ നന്നായിട്ട് വരണം. ഈസ്റ്ററിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കനാണ്. അങ്ങനെ നമ്മളിത് സ്റ്റൗവിൽ നിന്ന് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളിത് കഴിച്ചു നോക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം. അങ്ങനെ നമുക്കിത് കഴിക്കാം. കോരി വണ്ടർഫുൾ കണ്ടില്ലേ. പിച്ച് കുറച്ച് ചോറൊക്കെ കൂട്ടി സൂപ്പർ.